മഴയൊന്ന് കുറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കിട്ടിയൊരു ഗ്യാപ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബക്ഷേത്രം. നടക്കാൻ ഇറങ്ങിയതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, എന്നാൽ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതല്ല, ഇതിന് പിന്നിലൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു തോടുണ്ട്. ആ തോട്ടിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒടിഞ്ഞെടുക്കുന്ന വാഴകളും തെങ്ങും എല്ലാം കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ഒടിഞ്ഞു വീണയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ തോടെത്തി. ഇതാണ് കേട്ടോ തോടിൻ്റെ അവസ്ഥ. നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. രാവിലെ വന്ന് തോട് കണ്ടവരൊക്കെ അതാ ഇപ്പോൾ പറമ്പ് ചുറ്റാനായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് തോട്ടിലേക്ക് ഇറങ്ങാൻ നോക്കി. പക്ഷേ ഇത്രേ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഴുക്കിപ്പോയിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. കുറച്ച് നേരം ഒന്ന് അവിടെ വെറുതെ നിന്നിട്ട് കയറി. അങ്ങനെ അവിടെ നിന്ന് കയറിപ്പോരുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ 2 കവുങ്ങ് വീണ് ക്രോസ് ആയിട്ട് കിടക്കുന്നു. അങ്ങനെ തോടിൻ്റെ ഈ ഭാഗം കഴിഞ്ഞു. ഇതെന്ന് നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും തോടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്കുള്ള നടത്താണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തോടിൻ്റെ അപ്പുറത്തെ സൈഡെത്തി. ഇവിടെയാണെങ്കിൽ നമുക്കൊരു പാലുണ്ട്. അപ്പോൾ പിന്നെ ആ പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തോടിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും എങ്ങനെയുണ്ട് ഒഴുക്കുന്നതൊക്കെ ഒന്ന് നോക്കി കുറച്ച് സമയം അവിടെ നിന്നു. ഇവിടെ പിന്നെ നമ്മൾ പാലത്തിൻ്റെ താഴേക്ക് ഇറങ്ങാനൊന്നും നിന്നില്ല. 2 സൈഡും നല്ല ഒഴുക്കുള്ളത് കൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ പോയില്ല. ഈ പാലം അങ്ങോട്ട് കിടക്കുന്നത് നേരെ പാടത്തേക്കാണ്. എന്നാൽ പിന്നെ നമുക്ക് പാടത്തും കൂടെ ഒന്ന് പോയി അവിടുത്തെ വെള്ളം കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ പാടത്തിൻ്റെ വരുമ്പോൾ മുഴുവൻ ചെളി നിറഞ്ഞെടുക്കുന്നതുകൊണ്ട് ആ പ്ലാൻ അങ്ങ് വർക്കൗട്ടായില്ല. അപ്പോൾ പിന്നെ കുറച്ച് സമയം കൂടെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പും നല്ല കൊതുകടിയും കൊണ്ട് അവിടെ നിന്നു. ഞങ്ങളെന്തോ വേഗം തിരിച്ചു പറഞ്ഞു വിടാനായിട്ട് വാശിയുള്ള പോലെയായിരുന്നു കൊതുകുകൾ കുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം അവരോട് തോറ്റു കീഴടങ്ങി അവരുടെ വാശി ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു നടന്നു. ഈ നടത്തം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കാനായിട്ട് പോയിരുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.